ഒരു തരംഗമോ 100 കോടി ക്ലബ്ബിൽ ഇടം പിടിക്കുകയോ ചെയ്യാത്ത മികച്ച ചിത്രങ്ങളുണ്ട് മലയാളത്തിന്. സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന വിഭാഗത്തിൽ അതുല്യമായി നിൽക്കുന്ന മണിച്ചിത്രത്താഴ് പോലെ ഫാന്റസി ഡ്രാമ എന്ന വിഭാഗത്തിൽ ഗുരു എന്ന ചിത്രം എക്കാലത്തെയും എവർഗ്രീൻ സൂപ്പർ ഹിറ്റാണ്. ഓസ്കാർ നോമിനേഷന് പോലും പരിഗണിക്കപ്പെട്ട ആദ്യത്തെ മലയാള ചിത്രമാണല്ലോ ഗുരു. ജനസമ്മിതി ക്രിയേഷൻസിന്റെ ബാനറിൽ രാജീവ് അഞ്ചൽ കഥയെഴുതി CJ രാജേന്ദ്ര ബാബു തിരക്കഥ പൂർത്തിയാക്കി മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗുരുവിൽ സുരേഷ് ഗോപി, മധുപാൽ, നെടുമുടി വേണു, അതുപോലെ തന്നെ സിത്താര, കാവേരി തുടങ്ങിയ വലിയൊരു താരനിര ഉണ്ടായിരുന്നു. S രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നത് ഇളയരാജയായിരുന്നു. ആ ചിത്രത്തിലെ മലയാളത്തിൻ്റെ ഗാനഗന്ധർവൻ യേശുദാസും അകാലത്തിൽ പൊലിഞ്ഞുപോയ പ്രിയപ്പെട്ട ഗായിക രാധിക തിലകും ആലപിച്ച ദേവസംഗീതം നീയല്ലേ എന്ന ഗാനം മലയാള ചിത്രത്തിലെ എവർഗ്രീൻ മെലഡികളിൽ ഒന്നാണ് താനും. മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ ചിത്രത്തിലായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൂർണ്ണമായും, ഒപ്പം തന്നെ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പൂർണ്ണമായി വിദേശത്ത് നിന്നും സ്കോർ ചെയ്തത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹംഗറിയിൽ ആരംഭിച്ച ലോകപ്രശസ്ത ബാൻഡായ ബൂഡാപെസ്റ്റ് സിംഫണി ഓർക്കസ്ട്രയാണ് ഗുരുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുഴുവനായും പൂർത്തിയാക്കിയത്. ഒരു കലാപത്തിൽ സർവം നഷ്ടപ്പെട്ട കേന്ദ്ര കഥാപാത്രമായ രഘുരാമൻ പ്രതികാരത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരാശ്രമത്തിൽ വെച്ച് അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു ബോധോദയം അല്ലെങ്കിൽ ഒരു സ്വപ്നം, അന്ധന്മാരുടെ ലോകത്തിലെത്തിപ്പെട്ട് അവിടെ നിന്നും കാഴ്ചയുടെ രഹസ്യം കണ്ടെത്തി എല്ലാവർക്കും കാഴ്ച കൊടുക്കുന്ന ഒരു പ്ലോട്ട് 1997 വരെ മലയാള സിനിമയിൽ ഒരു പുതുമയായിരുന്നു എന്ന് വേണം പറയാൻ. കുഞ്ഞുനാളിൽ താൻ വായിച്ച H.G. വെൽസിൻ്റെ ദ കൺട്രി ഓഫ് ദ ബ്ലൈൻഡ് എന്ന ചെറുകഥയും തിരുവനന്തപുരത്തെ കരുണാകരസ്വാമിയുടെ ദർശനങ്ങളുമെല്ലാം രാജീവ് അഞ്ചലിനെ ഇത്തരത്തിലൊരു സിനിമ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന് വേണം കരുതാൻ. പുതിയ തലമുറ സിനിമാ പ്രേമികളോട് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മലയാള ചിത്രം എന്ന രീതിയിൽ ഗുരുവിനെ തീർച്ചയായും നിർദ്ദേശിക്കാം.